വർഷത്തിൽ 8 തവണയാണ് ഈ കൃഷിയിടത്തിൽ നിന്നും ഇവ വിളവെടുക്കുന്നത്. പൊതീനയുടെ കഥ പറയാം. ഗുജറാത്തിലെ കുവാഡുവ ഗ്രാമത്തിലാണ് ഹുസൈൻ ബായിയുടെ 10 ഏക്കർ പൊതീനത്തോട്ടം. വർഷത്തിൽ 365 ദിവസവും ഇവിടെ പൊതീനകൾ വിളവെടുക്കുന്നുണ്ട്. ഇങ്ങനെ അരിഞ്ഞെടുക്കുന്ന പൊതീനകൾ 1.5 മാസത്തിനകം വീണ്ടും വിളവെടുപ്പിന് തയ്യാറായി നിൽക്കും. ഒരു വർഷം 8 തവണ ഒരേയിടത്തു നിന്നും പൊതീനകൾ ഇങ്ങനെ വിളവെടുക്കാൻ സാധിക്കും. ഈ ഭൂമി മാത്രമാണ് ഹുസൈൻ ബായിയുടേത്. അധ്വാനം വിപുലിൻ്റേതും മഹേഷിൻ്റേതുമാണ്. ലാഭം 3 പേർക്കുമിടയിൽ തുല്യമായി വീതിക്കപ്പെടും. വിളവെടുക്കുന്ന പൊതീനകൾ ചെറുകെട്ടുകളാക്കി വെള്ളം നനച്ച ചാക്കിൽ പൊതിഞ്ഞ് മാർക്കറ്റിലെത്തിക്കും. കിലോയ്ക്ക് 10 മുതൽ 15 വരെ, ചിലപ്പോൾ 20 വരെയൊക്കെ വില കിട്ടും. കുവാഡുവയിലെ ഈ പൊതീനകൾ ഏറെ പ്രസിദ്ധമാണ് എന്നാണ് ഹുസൈൻ ഭായി പറയുന്നത്. പൊതീന കൂടാതെ വേറെയും കൃഷികൾ ഇവിടെയുണ്ട്. ഗോതമ്പാണ് അതിൽ പ്രധാനമായ ഒന്ന്. മല്ലിയിലയുണ്ട്, കറിവേപ്പില കൃഷിയുമുണ്ട്. തോട്ടത്തോട് ചേർന്ന് ചെറിയൊരു ഫാം ഹൗസ് കൂടിയുണ്ട്. അവിടെ വലിയൊരു തണൽ മരവും ഇലന്തപ്പഴത്തിൻ്റെ ഒരു മരവുമുണ്ട്. യഥേഷ്ടം ഇലന്തപ്പഴങ്ങൾ അവിടെ നിന്നും ഞങ്ങൾ പറിച്ചു കഴിച്ചു. പൊതീനയും മല്ലിയിലയും കറിവേപ്പിലയും ഉണക്കി പൊടിച്ച് വേറെയും ചില ചേരുവകൾ ചേർത്ത് സംഭാരത്തിലേക്ക് ചേർക്കാവുന്ന മസാലയും ഇവിടെ തയ്യാറാക്കുന്നുണ്ട്. കൃഷിയിടത്തിൽ വിളഞ്ഞ വലിയൊരു മുള്ളങ്കിയാണ് വിപുലിൻ്റെ അച്ഛൻ എനിക്ക് സമ്മാനിച്ചിരിക്കുന്നത്. കർഷകരുടെ സ്നേഹവും ആതിഥ്യവും ആവോളം അനുഭവിച്ചൊരു സന്ധ്യയാണ് എനിക്ക് ഇന്നത്തേത്. കുവാഡുവ ഗ്രാമത്തിലെ അന്തരീക്ഷമാകെ പൊതീനയുടെ സുഗന്ധം പരന്നിരിക്കുന്നു. അതേറെ ഹൃദ്യമായി എനിക്ക് ഇവിടെ നിന്നും അനുഭവിക്കാനാകുന്നുണ്ട്. പക്ഷേ നിരവധി മനുഷ്യരുടെ വിയർപ്പിൻ്റെ കൂടി സൗരഭ്യം ഇതിനു പിറകിലുണ്ട്. അതെല്ലാം ചേർന്നൊരു മിശ്രിതമാണ് നമ്മുടെ അടുക്കളയിലെ വിഭവങ്ങൾക്ക് രുചി പകരുന്നത്. വീണ്ടും കാണാം.